ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വീണ്ടും ഒരു ഹെയർ കെയർ ടിപ്പാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് മുടി വളരാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്നതിനെക്കുറിച്ചാണ്. നിങ്ങളുടെ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം, ഇപ്പം വളരെ ട്രെൻഡിങ് ആയിട്ട് കുറേ നാളുകളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ നമ്മൾ ഇതിനു മുമ്പ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ പറയുന്നത് വേറൊരു രീതിയിൽ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ മറ്റൊരു സാധനം കൂടെ ചേർത്ത് നമ്മളുടെ ഒരു റിസൾട്ട് ഇരട്ടിയായിട്ട് കിട്ടത്തക്ക രീതിയിൽ മുടി വളരാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളം എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇതിന് പ്രത്യേകിച്ച് നിങ്ങൾ പുറത്തുനിന്ന് സാധനങ്ങളൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ, നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ കഞ്ഞിവെള്ളം നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ദിവസം പഴക്കമുള്ള കഞ്ഞിവെള്ളമാണ്. അതായത് ഇന്നാണ് നിങ്ങൾ തലയിൽ വെക്കാൻ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇന്ന് തന്നെ എടുക്കുന്ന കഞ്ഞിവെള്ളം നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്നില്ല. പിന്നെ കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ അരി കഴുകിയ വെള്ളമല്ല. അത് ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തപ്പോഴും പലർക്കും സംശയമുള്ളൊരു കാര്യമാണ്. കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോൾ ഈ അരി കഴുകിയെടുക്കുന്ന ആ വെള്ളമാണോ അതോ ചോറ് വെച്ചതിന് ശേഷം വാർത്തെടുക്കുന്ന വെള്ളമാണോ, അങ്ങനെയൊക്കെയുള്ള കുറേയധികം ഡൗട്ടുകൾ കണ്ടിട്ടുണ്ട്. നമ്മൾ അരി കുതിർത്തിട്ട് ആ കുതിർത്ത വെള്ളം ഉപയോഗിക്കുന്ന ആ ഒരു റൈസ് സിറം ഉപയോഗിക്കുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള ഹെയർ പാക്കുകളും അല്ലെങ്കിൽ ഫേസ് സിറം, ഹെയർ സിറം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ അരി കഴുകി വേവിക്കാൻ ഇട്ടിട്ട് അരി വെന്തതിന് ശേഷം വാർത്തെടുക്കുന്ന ആ വെള്ളത്തിന്, ആ കഞ്ഞിവെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ ഒരു ദിവസം പഴക്കമുള്ള കഞ്ഞിവെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം പഴകുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, കഞ്ഞിവെള്ളം തണുത്തെല്ലാം ആറി കഴിയുമ്പോഴത്തേക്ക് അത് നല്ല കട്ടയായിട്ട്, നല്ല പീസായിട്ട് എടുക്കത്തക്ക രീതിയിൽ കഞ്ഞിവെള്ളം നല്ല കട്ടയായി പോകും. അപ്പോൾ ആ രീതിയിലുള്ള നല്ല കട്ടയായിട്ടുള്ള കഞ്ഞിവെള്ളം തന്നെയാണ് നമ്മളിതിലേക്ക് ഉപയോഗിക്കാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉലുവയാണ്. ഉലുവ മുടി വളരാനും അതേപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ അതുകൂടെ നിങ്ങൾ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് തേക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി നല്ല ഇരട്ടിയിലും കട്ടിക്കും വളരാനായിട്ട് സഹായിക്കും. ഉലുവയിൽ ഇതേപോലെ മുടി വളരാനുള്ള ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിൽ പോലും ചില ആളുകൾക്ക് ഉലുവ ഉപയോഗിക്കുമ്പോൾ അത്ര ശരിയായിട്ട് വരികയില്ല. അതായത് ചില നീരിറക്കം എന്നൊക്കെ പറയത്തില്ലേ, അതായത് എന്താ പറയുക, ചിലർക്ക് ഇത് ചില ഹെയർ പാക്കുകൾ ഇട്ടാൽ, എണ്ണ തേച്ചാൽ ഒക്കെ തലവേദന വരും, മൈഗ്രെയിൻ വരും, അങ്ങനെ നീരിളക്കം എന്നൊക്കെ പറയാറുന്ന പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് ഈ ഉലുവ ഉപയോഗിച്ച പാക്കുകൾ അല്ലെങ്കിൽ ഉലുവ ഉപയോഗിച്ചുള്ള ഹെയർ കെയർ പ്രോഡക്റ്റുകളൊക്കെ ചില ആളുകൾക്ക് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഉലുവയില്ലാതെ കഞ്ഞിവെള്ളം മാത്രമായിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അതെന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവയ്ക്ക് നല്ല തണുപ്പാണ്, അത് നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരുപാട് തണുപ്പ് തട്ടുമ്പോൾ ഈ തലവേദന, മൈഗ്രെയിൻ പോലെ പ്രശ്നമുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കത് കുറച്ചുകൂടെ കൂടാനുള്ള ഒരു കാരണമാകും, ഈ തലവേദന കൂടാനുള്ള കാരണം. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉലുവ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അല്ലാത്ത ഉള്ള ആളുകൾക്ക് എല്ലാവർക്കും ഉലുവ ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ് കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉലുവ കുതിർത്തെടുക്കണം. ഒരു 6-8 മണിക്കൂർ നിങ്ങൾ ഉലുവ കുതിർത്തെടുക്കണം. അപ്പോൾ എപ്പോഴാണോ നിങ്ങൾ തലയിൽ തേക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് കുറച്ച് മുമ്പായിട്ട്, കുറച്ച് മുമ്പെന്ന് വെച്ചാൽ ഒരു 6-8 മണിക്കൂർ മുമ്പായിട്ട് നിങ്ങൾ ഉലുവ കുതിരാനായിട്ട് വെക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഉലുവ കുതിർക്കാനായിട്ട് വെക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ മുടിയുടെ നീളത്തിനനുസരിച്ച്, ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഷോർട്ട് ഹെയർ ഉള്ള ആളുകൾക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മതിയാകും. നിങ്ങൾ നല്ല നീളമുള്ള മുടിയുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ മുടിയിലേക്ക് തേച്ച് പിടിപ്പിക്കാനായിട്ട് വേണ്ട അളവിലേക്കുള്ള ഉലുവ നിങ്ങൾ കുതിർത്തെടുക്കണം. അപ്പോൾ എന്തായാലും ഒരു 6-8 മണിക്കൂർ ഉലുവ നന്നായിട്ട് കുതിർത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലതുപോലെ നമുക്ക് അരഞ്ഞു കിട്ടാൻ എളുപ്പമായിരിക്കും. ഇനി ഇത് കുതിർത്തെടുത്ത ഉലുവ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്ക് പേസ്റ്റായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക. ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ച് അല്ലെങ്കിൽ ഒരുപാട് ലൂസാക്കി അരച്ചെടുക്കാതിരിക്കാൻ ശ്രമിക്കുക. നല്ല തിക്ക് പേസ്റ്റായിട്ട്, പക്ഷേ അതേപോലെ തന്നെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരഞ്ഞു കിട്ടുകയും വേണം. ഫൈൻ പേസ്റ്റായിട്ട് നമ്മൾ തേങ്ങയൊക്കെ അരച്ചെടുക്കത്തില്ല ചില കറിക്കൊക്കെ, നല്ല ഫൈൻ പേസ്റ്റായിട്ട് ആ ഒരു രീതിയിൽ നല്ല തിക്കായിരിക്കണം. എന്നാൽ വെള്ളം പോലെ ആകാനും പാടില്ല. ഒരുപാട് വെള്ളം ഒഴിച്ച് നിങ്ങളിത് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് തലയിൽ തേക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. തലയിൽ ഈ ഒരു പാക്ക് ഇരിക്കത്തില്ല, ഒലിച്ചൊലിച്ചിറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല തിക്കായിട്ട് നല്ല കൺസിസ്റ്റൻസിയിൽ ഇത് അരച്ചെടുക്കുക. പിന്നീട് ഇത് നല്ലതുപോലെ അരച്ച് കിട്ടണമെന്ന് പറയാനുള്ള കാരണം
ഇതിപ്പം നല്ലതുപോലെ അരഞ്ഞിട്ടില്ല, ചെറുതായിട്ടൊക്കെ ചതഞ്ഞൊക്കെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തലയിൽ തേച്ചതിന് ശേഷം കഴുകി കളയുമ്പോൾ ഇതിൻ്റെ ഈ ചെറിയ കൊന്തുകളൊക്കെ തലയിലും തലമുടിയിലും ഒക്കെ ഇരിക്കും. അത് പിന്നീട് നമുക്കത് കഴുകി കളയുമ്പോൾ ഒരുപാട് പ്രാവശ്യം പിന്നീട് നമ്മൾ നോർമലായിട്ട് കഴുകി കളഞ്ഞാൽ മാത്രമേ അത് പോകത്തുള്ളൂ. അതല്ല അത് കഴുകി കളയാനും അത് പോകാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഉലുവ അരച്ചെടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഉലുവ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളമില്ലേ, കഞ്ഞിവെള്ളം ഇപ്പോൾ നല്ല കട്ടിയായിട്ടായിരിക്കും ഇരിക്കുന്നത്. കാരണം ഒരു ദിവസം കഞ്ഞിവെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചൂടെല്ലാം ആറി കഴിയുമ്പോഴത്തേക്ക് അത് നല്ല എന്താ പറയുക, നമുക്കിങ്ങനെ മുറിച്ചെടുക്കാൻ പാകത്തിലുള്ള നല്ല കട്ട പീസായിട്ട് കഞ്ഞിവെള്ളം മാറും. അപ്പോൾ ആ കഞ്ഞിവെള്ളത്തിൽ കുറച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കാം. ഒരുപാട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സായിട്ട് ഒന്ന് ലൂസായിട്ടൊരു കട്ട രീതിയിലിരിക്കുന്ന കഞ്ഞിവെള്ളം ഒന്ന് ലൂസായിട്ട് ഈ ഉലുവയുടെയൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് തരണം. അത്ര മാത്രമേ വേണ്ടുള്ളൂ. അപ്പം ഒന്നൊന്ന് നല്ലതുപോലെ ഒന്ന് ഇത് രണ്ടും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കറക്കിയെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ പാക്ക്. ഈ ഹെയർ പാക്കാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. ഇതാണ് നിങ്ങൾക്ക് തലയിൽ തേക്കാനുള്ളത്. ഇനി ഇത് തലയിൽ തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ തലയോട്ടിയിൽ അല്ലെങ്കിൽ സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കാനാണ്. ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഒരുപാട് വെള്ളമായി പോകരുത് ഉലുവ അരച്ചെടുക്കുന്ന സമയത്ത്. കാരണം കഞ്ഞിവെള്ളം കൂടെ ചേർക്കുമ്പോഴത്തേക്ക് അത് നമ്മൾ കാണുമ്പോൾ നല്ല കട്ടിക്ക് മുറിച്ചെടുക്കാൻ പാകത്തിൽ നല്ല കട്ടിക്കാണ് കഞ്ഞിവെള്ളം ഇരിക്കുന്നതെങ്കിലും നമ്മളിതിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുമ്പോഴത്തേക്ക് അത് നല്ലപോലെ ലിക്വിഡ് നല്ല വെള്ളം പോലെ ആയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി ഉലുവ നിങ്ങൾ അരച്ചത് നല്ല വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം കൂടെ ചേർക്കുമ്പോഴത്തേക്ക് നല്ല ഒഴുകുന്ന രീതിയിലായി പോകും. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് തലയിൽ വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം ഇത് അരച്ചെടുക്കുന്ന സമയത്ത്. ഇനി ഇത് ആദ്യം തന്നെ നമ്മുടെ തലയോട്ടിയിൽ അല്ലെങ്കിൽ സ്കാൽപ്പിൽ വേണം തേച്ച് കൊടുക്കാനായിട്ട്. ഏറ്റവും നല്ലത് നിങ്ങൾ തലേദിവസമോ എന്തെങ്കിലുമൊക്കെ, അതായത് അന്നിപ്പം രാവിലെ തലയിൽ ഷാമ്പൂ തേച്ചിട്ടെടുക്കാൻ പറയില്ല. ഇത് തേക്കുന്നതിൻ്റെ തലേദിവസമോ എപ്പോഴെങ്കിലും തലയിൽ ഷാമ്പൂ ഒക്കെ തേച്ച് അഴുക്കെല്ലാം കളഞ്ഞ് വൃത്തിയായിട്ടിരിക്കുന്ന ഒരു തലയിൽ തേച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ തലയോട്ടിയിലൊക്കെ ഇത് തേച്ച് കൊടുത്ത് നല്ലതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. തലയോട്ടിയിൽ ആദ്യം തേച്ചതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് ബാക്കി മുടിയുടെ എത്രത്തോളം നീളമുണ്ടോ അതിലേക്ക് തേച്ച് കൊടുക്കാവുന്നതാണ്. അതിൽ മൊത്തം നമ്മൾ ഭയങ്കരമായിട്ട് കവർ ചെയ്ത് വെക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ തലയോട്ടിയിൽ അല്ലെങ്കിൽ സ്കാൽപ്പിൽ അവിടെയാണ് ഏറ്റവും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അവിടെ നല്ല രീതിയിൽ ഇത് തേച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ തേച്ച് കൊടുത്തതിന് ശേഷം ഏറ്റവും വേണ്ട ഇമ്പോർട്ടൻസ് സാധനം നല്ലതുപോലെ തലയ്ക്കൊരു മസാജ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ തലയിൽ നന്നായിട്ട് മസാജ് ചെയ്യുമ്പോൾ മാത്രമേ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകത്തുള്ളൂ. ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനനുസരിച്ചാണ് നമ്മുടെ തലമുടിയിലേക്ക് വേണ്ടുന്ന ന്യൂട്രിയൻസും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് ആഗീകരണം ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് തലയിൽ ഇപ്പോൾ ഒരു ഹെയർ പാക്കോ കാര്യങ്ങളോ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ അത് നന്നായിട്ട് അബ്സോർബ് ആവത്തുള്ളൂ. അപ്പോൾ ഇത് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂർ നേരമെങ്കിലും നിങ്ങളിത് തലയിൽ വെക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തലവേദനയുള്ള അങ്ങനെയുള്ള ആളുകളാണ് അവർക്ക് ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ മിനിമം ഒരു 20 മിനിറ്റ് നേരമെങ്കിലും വെച്ചാൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇത് തേച്ചതിന് ശേഷം തലവേദന ഉണ്ടെങ്കിൽ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഉലുവ ഇട്ടിട്ട് അങ്ങനെയുള്ളവർ ഉലുവ ഒഴിവാക്കി കഞ്ഞിവെള്ളം മാത്രം ഉപയോഗിക്കുക. സാധാരണ രീതിയിൽ ഇങ്ങനെ പ്രശ്നമില്ലാത്ത ആളുകൾ മിനിമം ഒരു മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ്. ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം യൂസ് ചെയ്യുക. ഒന്ന് അല്ലെങ്കിൽ മാക്സിമം 2 പ്രാവശ്യം യൂസ് ചെയ്താൽ മതിയാകും. നല്ല വ്യത്യാസം കാണും. മുടി കൊഴിച്ചിലും അതേപോലെ തന്നെ മുടി വളരുന്നതിനും പിന്നെ അതേപോലെ താരം പോകാനും ഒക്കെ ഇത് വളരെ നല്ല ഒരു പാക്കാണ്. ഇതിന് ശേഷം നിങ്ങൾ മുടി കഴുകിയതിന് ശേഷം ഒരു മൈൽഡ് ഷാമ്പൂ ഉപയോഗിച്ച് മുടി ഒന്ന് കഴുകി ഒരു കണ്ടീഷണർ കൂടി ഇട്ട് കൊടുക്കുക. മുടി നല്ല ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കണ്ടീഷണർ കൂടി ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കാതിരിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്